LDC എക്സാമിന് വേണ്ടിയുള്ള അവസാനവട്ട തയ്യാറെടുപ്പായിരിക്കും ഒരുപക്ഷെ നിങ്ങളിൽ ഭൂരിഭാഗം പേരും. അങ്ങനെ നമ്മൾ അവസാനവട്ട തയ്യാറെടുപ്പ് നടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഇത്രയും നാൾ പഠിച്ച ടോപ്പിക്കുകൾ നന്നായി റിവിഷൻ ചെയ്യാൻ വേണ്ടി ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള സിലബസിലെ മാർക്കിനെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റിവിഷന് പ്രാധാന്യം കൊടുക്കാൻ. അതായത് കൂടുതൽ മാർക്ക് വരുന്ന ടോപ്പിക്കുകൾക്ക് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാനും കുറച്ച് മാർക്ക് വരുന്ന ടോപ്പിക്കുകൾക്ക് കുറച്ച് സമയം ചിലവഴിക്കാനും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇനി അറിയാത്ത ഭാഗങ്ങളിൽ കൂടുതൽ റിവിഷൻ ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ടത്. നന്നായി അറിയുന്ന ഭാഗങ്ങളാണെങ്കിൽ ഇത്തിരി ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ LDCയുടെ 20% മാർക്കും വരുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന ഭാഗത്തു നിന്നാണ്. അപ്പോൾ അത്യാവശ്യം നന്നായി പഠിച്ചു കഴിഞ്ഞാൽ 20ൽ 20 നേടാൻ പറ്റിയില്ലെങ്കിലും 17-18 മാർക്കൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നേടാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ സമയമൊന്നും ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് കരുതി പഠനത്തിന് മുഴുവൻ സമയവും കറണ്ട് അഫയേഴ്സിന് ചിലവാക്കണം എന്നല്ല പറഞ്ഞത്. നമ്മൾ ഓരോ ടോപ്പിക്കുകൾക്കും പ്രാധാന്യം നോക്കിയിട്ട് വേണം സമയം കണ്ടെത്താൻ. അതുപോലെ തന്നെ LDCയുടെ മോഡൽ എക്സാമുകൾ ദിവസവും ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഒരുപക്ഷെ നിങ്ങൾ അത്തരത്തിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ PSC എക്സാം ഹാളിൽ നിന്ന് എഴുതുന്ന അതേ സീരിയസോട് കൂടി വേണം മോഡൽ എക്സാം എഴുതാൻ. കാരണം മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറച്ചിട്ട് വേണം ഈ എക്സാം എഴുതി പരിശീലിക്കാൻ. നിങ്ങളിപ്പോൾ അങ്ങനെ പരിശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സാം ഹാളിൽ നിന്ന് കൂടുതൽ നെഗറ്റീവ് മാർക്ക് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ എഴുതുന്ന മോഡൽ എക്സാമുകൾ PSC നടത്തുന്ന പരീക്ഷയുടെ അതേ പ്രാധാന്യത്തോടുകൂടി എഴുതി നോക്കുക. നെഗറ്റീവ് മാർക്ക് കുറക്കുന്നതിനോടൊപ്പം നമ്മൾ ആ സമയബന്ധിതമായി പരീക്ഷ എഴുതി തീർക്കാനും ശ്രദ്ധിക്കണം. കാരണം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായതുകൊണ്ട് സമയം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എക്സാം എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ള ടോപ്പിക്കുകൾ ആദ്യം തന്നെ എഴുതി തീർക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമുക്ക് അതിൽ പിഴവ് പറ്റും. ഉദാഹരണത്തിന് നമ്മൾ അത്യാവശ്യം മാത്സ് അറിയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഈ പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മാത്സ് ചെയ്യാൻ നിൽക്കുന്നതെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അവസാനം കിട്ടാവുന്ന മാർക്ക് പോലും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷോ മാത്സോ മലയാളമോ ഏതാണ് നമുക്ക് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യുന്ന ഉറപ്പുള്ളത് ആ ടോപ്പിക്കുകളിലെ മാർക്ക് ആദ്യം ഉറപ്പിക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം കൂടുതലായിട്ട് കൺഫ്യൂഷൻ വരുന്ന പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെല്ലാം പിഴവുകൾ തിരുത്തി മുന്നേറാൻ പറ്റുന്നത് നമ്മൾ തന്നെ കണ്ടെത്തണം. ആ രീതിയിൽ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. പിഴവുകൾ തിരുത്തി മുന്നേറിയാൽ തീർച്ചയായും നമുക്ക് വിജയം നേടാൻ സാധിക്കും.